അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ലഅനല്ലാഹു സബ്അതൻ മിൻ ഖൽഖിഹി മിൻ ഫൗഖി സബ്ഇ സമാവാത്. 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് അല്ലാഹു തആല 7 വിഭാഗം ആളുകളെ ശപിച്ചിട്ടുണ്ട്. അതിൽ ഒരു വിഭാഗം ആളുകളെ 3 തവണയാണ് അല്ലാഹു ശപിച്ചത്. 3 തവണ. ഒരു കാര്യം ചെയ്യുന്ന ആളുകളെ 3 തവണ, ബാക്കി 6 പേരെ ഓരോ തവണ ശപിച്ചു. എന്താണത്? ശ്രദ്ധിക്കണേ ചെറുപ്പക്കാർ, ശ്രദ്ധിക്കണേ. വറദ്ദദൽ ലഅനത അലാ വാഹിദിൻ മിൻഹും 3 തവണയാണ് ഒരു വിഭാഗത്തെ ശപിച്ചത്. പിന്നെ വലഅന കുല്ല വാഹിദിൻ മിൻഹും ലഅനതൻ തക്ഫീ. പിന്നെ ബാക്കിയുള്ള 6 പേരെ അവർക്ക് അർഹിക്കുന്ന ഒരു ലഅനത്ത് മറ്റവർക്ക് 3 എണ്ണമാണ്. എന്താണ് 3 എണ്ണം? മൽഊനും മൻ അമില അമല ഖൗമി ലൂത്ത്, മൽഊനും മൻ അമില അമല ഖൗമി ലൂത്തിൻ, മൽഊനും മൻ അമില അമല ഖൗമി ലൂത്ത് അലൈഹിസ്സലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അരാജകത്വം ലോകത്ത് നടക്കരുത് എന്ന് പഠിപ്പിക്കാൻ. സ്വവർഗഭോഗ രോഗികളെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. പുരുഷൻ പുരുഷനെ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ പുരുഷൻ പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്, പെണ്ണ് പെണ്ണുമായിട്ട്, അതിന് സിഹാഖ് എന്ന് പറയും. പുരുഷന്മാരുടേതിൽ ലിവാസ് എന്ന് പറയും. അറബിയിൽ സൊഡോമി എന്നാണ് പറയാ. സൊഡോമി എന്ന് പറയുന്നത് സദൂം എന്ന നാട്ടിലേക്ക് ചേർത്തിയിട്ടാണ്. സദൂം ഗൊമറ എന്ന് പറയുന്ന 2 നാടുകളുണ്ടായിരുന്നു ലൂത്ത് നബിയുടെ കാലം. ലൂത്ത് നബി അലൈഹി ഇസ്ലാം എന്ന് പറഞ്ഞത് ജോർഡാനിന്റെ ബോർഡറിൽ, ഫലസ്തീനിന്റെ ചാവുകടലിന്റെ പരിസരത്തുള്ള നാടുകളാണ്. ഇപ്പോഴും നമ്മൾ ഫലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക് കടന്നു പോകുമ്പോൾ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹം താമസിച്ചു പോയ വഴികളിലൂടെയാ പോവുക. നമ്മുടെ ഇടത് ഭാഗത്ത് ചാവുകടൽ, വലതു ഭാഗത്ത് ചളി പോലെ, കോരിയിട്ട ചളി പോലെ കിടക്കുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ ഒരു ബോർഡ് കാണും. ഇസ്രായേൽ ഭാഷയിലും അറബിയിലും ഇംഗ്ലീഷിലും ഉണ്ടത്. സൗജത്ത് ലൂത്ത്, വൈഫ് ഓഫ് ലോട്ട്, ലൂത്ത് നബിയുടെ ഭാര്യ എന്നാണ്. അപ്പൊ നോക്കുമ്പോൾ മലയിൽ ഒരു പാറയുടെ ഒരു രൂപം കാണും, ഒരു ശില്പം, ഒരു പെണ്ണിന്റേതുപോലെ തോന്നിക്കും. അത് ലൂത്ത് നബിയുടെ ഭാര്യയാണ് എന്നൊന്നും നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. പക്ഷേ ആ നാട്ടുകാർ, ഇപ്പൊ അവിടെ ബോർഡുണ്ട്, സൗജത്ത് ലൂത്ത്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹം നശിപ്പിക്കപ്പെട്ട സ്ഥലമാണത്. എന്താ അവര് ചെയ്തതെന്നറിയോ? ഇന്ന് അഭിമാനത്തോടെ പറയില്ലേ, സ്വവർഗഭോഗർ ഒരു രാജ്യം തന്നെ ഒരു നിയമം അത് അനുവദിച്ചു എന്ന് പറഞ്ഞാൽ, ഒരു മുസ്ലിമിന് അവന്റെ ഇസ്ലാം അതിലും വലുതാണ്. എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് അനുവദിച്ചു എന്നല്ലേ പറയുന്നുള്ളൂ, ചെയ്യണം നിർബന്ധിക്കല്ലോ. പാടില്ല. മദ്യപാനം ഇവിടെ ജായിസ എന്ന് പറഞ്ഞു, വെറുതെ തരാ ഗവൺമെന്റ് എന്ന് പറഞ്ഞു, നമ്മൾ വാങ്ങി കുടിക്കാൻ പറ്റുമോ? റേഷൻ പോലെ തരാന്ന് പറഞ്ഞു, നമ്മൾ കുടിക്കോ? പുരുഷൻ പുരുഷനിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെയാണ് അമല ഖൗമി ലൂത്ത്, ലൂത്ത് നബിയുടെ സമൂഹത്തിന്റെ പണി എന്ന് നബി തങ്ങൾ പറയുന്നത്. 3 തവണയാണ് അല്ലാഹു ശപിച്ചത്. ഇന്ന് അത്തരം ആളുകൾക്ക് സംഘടനകളുണ്ട്. അമേരിക്കക്കാരായ ആദ്യത്തെ ദമ്പതികൾ, അവരെ കണ്ടാൽ എത്നിക്കലി ഇന്ത്യക്കാരാണ്, മുഖം കണ്ടാൽ അമേരിക്കൻ പാസ്പോർട്ടുള്ള ആൾക്കാരാണ്. ആണും കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ അവർക്ക് കുട്ടി ഉണ്ടാവാൻ പോവാണല്ലോ. വലിയ സെലിബ്രേഷൻ ആയിരുന്നു കഴിഞ്ഞ 2 മാസം മുമ്പ്. അതിന് ന്യൂസ് കണ്ടു, 3 മാസം മുമ്പ്. അപ്പൊ കുട്ടി ഉണ്ടാവില്ല. എങ്ങനെ കുട്ടി ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഒരുത്തം വാപ്പയാണ്, മറ്റോ പെണ്ണാ. പക്ഷെ അവന് പ്രസവിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒരു പെണ്ണിനെ ഗർഭപാത്രം വാടകയ്ക്ക് വിളിച്ചിട്ട് അവന്റെ സ്പേം നിക്ഷേപിച്ചിട്ട് അവർക്ക് കുട്ടി ഉണ്ടായി എന്ന് പറയാം. എന്നിട്ട് ഉമ്മി മാപ്പിയായി എന്ന് പറയാം. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പറയുന്നു, ആദ്യത്തെ സ്വവർഗഭോഗ രോഗികൾക്ക് കുഞ്ഞു ജനിക്കാൻ പോകുന്നു. അസ്തഗ്ഫിറുല്ലാഹ്. ഇതാണ് ലോകം. മനുഷ്യന്റെ വികാരവും മനുഷ്യന്റെ ഹോർമോണുകളും ഇതൊക്കെ അല്ലാഹു പടച്ചത് തന്നെയാണ്. ഇത് നിയന്ത്രിക്കണമെന്നാണ് ശറഅ് പറയാ. ട്രാൻസ്ജെൻഡറുകൾ വലിയ വിഷയമാണെന്ന്. ട്രാൻസ്ജെൻഡർ എന്താവും? നിനക്കാ കുഴപ്പമുണ്ടെങ്കിൽ നീ ഒരു ആലിമിനോട് വന്ന് ചോദിക്കും, നിന്റെ കുഴപ്പം. അവർക്ക് ആ മസല എന്ന് അറിയണ ആവശ്യം ഉണ്ടാവില്ല. നിനക്കങ്ങനെ വിഷയമുണ്ടോ? നിങ്ങൾ ചോദിച്ചു പഠിക്കണം ഉലമാഇനോട്. അൽഹിഖിൽ മാല ബിൽ മബാൽ എന്ന് പറയും. ഹിജടകളെന്നോ അല്ലെങ്കിൽ നപുംസകങ്ങളെന്നോ എന്ന് പറയുന്നത് അത് അല്ലാഹു നൽകുന്നൊരു ശാരീരിക പരീക്ഷണമാണ്. കയ്യും കാലും ഇല്ലാത്ത ആൾക്കാർ ജനിക്കണില്ലേ? കണ്ണില്ലാതെ ജനിക്കണില്ലേ? അസുഖങ്ങളുമായിട്ട് ജനിക്കണില്ലേ? വികൃതങ്ങളുമായിട്ട് ജനിക്കണില്ലേ? 0.1% ആളുകൾക്ക് വലിയ വൈകല്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ബാക്കി 99% ആളുകൾ പൂർണ്ണാരോഗ്യത്തിലല്ലേ ജനിക്കുന്നത്. ഒരു വൈകല്യമുണ്ടായാൽ ആ വൈകല്യം എന്താ നമ്മൾ ചെയ്യാൻ? മറച്ചു പിടിക്കൂലേ? ഒരു പുരുഷനിൽ സ്ത്രീ ഹോർമോണാണുള്ളത്. അത് അള്ളാഹു നൽകുന്ന ഒരു പരീക്ഷണമാണ് എന്ന് വിചാരിച്ചവർക്ക് ഏത് തോന്നിവാസവും ഹലാലാക്കണം എന്ന് വാദിക്കുകയാണോ? ഞാൻ ചോദിക്കട്ടെ, ഒരു കുഴപ്പവുമില്ലാത്ത സാധാ പുരുഷനും സ്ത്രീയും അള്ളാഹു എത്രയാണ് ഖലഖ ദക്കറ വൽ ഉൻസ, ആണിനെയും പെണ്ണിനെയും പടച്ചു എന്ന് എത്രയാ ഖുർആൻ പറഞ്ഞെന്നറിയ നിങ്ങൾ?
നിങ്ങളെടുത്ത് ഓതി നോക്കുമ്പോൾ കാണാൻ പറ്റും. അസ്സഖറ വൽ ഉൻസ. എനിക്ക് തോന്നുന്ന ഇന്നത്തെ കാലത്ത് അത് പറയൽ അനിവാര്യമാണ്. ഇനി ആണും പെണ്ണും അല്ലാത്തൊരു വർഗ്ഗമാണ് മനുഷ്യൻ എന്ന് പറയാനപ്പോൾ പോണത്. ആണെന്ന് പറയുമ്പോൾ ഇത് പെണ്ണ് എന്ന് പറയുമ്പോൾ ഒരു മോശം. അത് അങ്ങനെ ആണും പെണ്ണും എല്ലൊക്കെ ഒരു ജെൻഡറാണ് എന്ന് പറയാൻ പോകുന്ന ഒരു ലോകത്ത് അസ്സഖറ വൽ ഉൻസ, അല്ലാഹു ആണിനെ ആണായും പെണ്ണിനെ പെണ്ണായിട്ട് പഠിച്ചു. അത് മനുഷ്യന് തിരുത്താൻ കഴിയില്ല. ഈ ജെൻഡർ മാറ്റിവെക്കാൻ വേണ്ടിയൊക്കെ ജനറ്റൈൽസിലൊക്കെ വരെ സർജറി നടത്തി റിഗ്രറ്റ് ചെയ്ത് സങ്കടപ്പെട്ട് ഡിപ്രഷൻ വന്ന് മരിച്ചു പോകുന്ന എത്രയോ രോഗികളുണ്ട്. ഞാൻ അതേ സംബന്ധിച്ചുള്ള ആർട്ടിക്കിൾ ഇന്ന് എയർപോർട്ടിലേക്ക് വരുമ്പോൾ എയർപോർട്ടിൽ നിന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വലിയ റിപ്പോർട്ടുകളാണ് സൈക്കോളജിസ്റ്റുകൾ സമർപ്പിക്കുന്നത്. വേണ്ടില്ലായിരുന്നു, ആണ് പെണ്ണും ആണൊക്കെ ആയിട്ട് കോലം കെട്ടി വന്നതാ. പിന്നെ അവർ ആണിലും പെടുന്നില്ല പെണ്ണിലും പെടുന്നില്ല. ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് 4 സോഷ്യൽ മീഡിയയിൽ വിട്ടു, കുറച്ച് ലൈക്കും ഷെയറൊക്കെ കിട്ടി, പിന്നെ ഒറ്റക്കാണ്. പിന്നെ ആണുമല്ല പെണ്ണുമല്ല, അവനെന്നെ ഞാൻ എന്തിനാ ഈ പണിയൊക്കെ ചെയ്തത് എന്ന് അങ്ങനെ ഡിപ്രഷൻ അടിച്ച് ഇരുട്ട് റൂമിൽ കഴിയുന്ന എത്രയോ ആളുകളുണ്ട്. ആണ് ആണായിട്ടും പെണ്ണ് പെണ്ണായിട്ടും അല്ല പഠിച്ചത്. അത് റബ്ബിന്റെ ഹിക്മത്താണ്. അതെങ്ങനെ നമുക്ക് തിരുത്താൻ പറ്റും? അപ്പൊ അങ്ങനെ ഒരു ആണോ ഒരു പെണ്ണോ ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ ജനനേന്ദ്രിയം ഏതാണോ അതാണവർ. ചിലപ്പോൾ ആണിൻ്റെതാണ് കാണുമ്പോൾ പെണ്ണതൊന്നും ആളാണ്. ആ പെണ്ണിൻ്റെതായി കാണുന്ന ശാരീരിക വിഷമങ്ങൾ അത് മറച്ചു പിടിക്കുകയോ ഒതുക്കി വെക്കുകയോ പ്രകടിപ്പിക്കാതിരിക്കുകയോ ചെയ്യില്ലെങ്കിലും മിനിമം ഒരു മനുഷ്യന്റെ മാന്യതയല്ലേ. പക്ഷെ അത് പെണ്ണിനെ പോലെ ഇങ്ങനെ നടക്കുക, സാരി ചുറ്റി നടക്കുക, യാചിക്കുകയും ചെയ്യുക, അല്ലാതെയും ചെയ്യുക. ട്രെയിനിലൊന്നും യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. വന്ന് തോണ്ടാണ്, ഒരു പൈസ എടുക്കുന്നത്. ആരാ നല്ല സാരി കിട്ടി ഒന്നാമെന്ന് വമ്പറന്നോള് നോക്കുമ്പോൾ ആണാണ്. പക്ഷെ അതൊരു സെലിബ്രേഷൻ, ആഘോഷിക്കുക. ഇതൊരു വൈകല്യമാണ്. ആ വൈകല്യം നിങ്ങൾ ക്ഷമിക്കുന്നതിന് അല്ലാഹു നിങ്ങൾക്ക് കൂലി തരും. ഒരു കണ്ണില്ലാതെ മനുഷ്യന്മാർ ജനിക്കണില്ലേ? കൈകാലില്ലാതെ ജനിക്കുന്നില്ലയോ? വൈകല്യങ്ങൾ ഉണ്ടായിട്ട് ജനിക്കുന്നില്ലേ? പക്ഷെ ആ വൈകല്യം ഒരു സെലിബ്രേഷൻ ആക്കാൻ പറ്റും. ഇതെന്ത് കാലമാണ്? അത് സൃഷ്ടിപ്പാണ്, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ വൈകല്യത്തെ മറച്ചു പിടിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ചെയ്യാം. അത്തരം സർജറികൾ പോലെ അവർക്ക് ജായിസാണ്. പക്ഷേ ഒരു ആണായിട്ട് ജനിച്ചൊരു മനുഷ്യൻ പെണ്ണിനെ പോലെ നടന്ന് സ്വർഗഭോഗ രോഗിയായിട്ട് ജീവിക്കുന്നത് അത് അംഗീകരിക്കണമെന്നും അവരുടെ ഹോർമോൺ അങ്ങനെയാണെന്നും അങ്ങനെ ജനിച്ചു പോയതല്ലേ, അവർക്ക് അങ്ങനെയാ തോന്നുന്നുള്ളൂ, അവർക്ക് പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റൂല, അവർക്ക് ആണിനോട് ആഗ്രഹം ഉണ്ടാവുള്ളൂ എന്ന് പറയിപ്പിച്ച ലോകത്ത് പ്രഖ്യാപിച്ച മുഴുവൻ ആളുകളും സ്വർഗഭോഗ രോഗികളായിരുന്നു എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യന്മാർ ഭാര്യയെ കല്യാണം കഴിച്ച് കുടുംബമായി ജീവിക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ചോരാക്ക് തോന്നുക കാണുന്ന പെണ്ണുങ്ങളൊക്കെ സമീപിക്കണമെന്ന്. അവന്റെ ഹോർമോൺ അങ്ങനെയാ, നടക്കട്ടെ നിങ്ങൾ പറയോ? നടക്കട്ടെ എന്ന് പറയോ? ആ ഹോർമോണിനെ നിയന്ത്രിക്കണം എന്നല്ലേ പറയാ? അവന്റെ ഇമോഷൻസിനെ നിയന്ത്രിക്കണം എന്ന് പറയും, ഇല്ലേ? എങ്കിൽ എന്തുകൊണ്ട് ഇതുപോലെയുള്ള ട്രാൻസ്ജെൻഡറിനെ കുറിച്ച് പറയുന്നില്ല? ഒരു ചെക്കന് തോന്നുക കാണുന്ന പോലെ മുഴുവൻ അടിക്കണമെന്ന്. അപ്പം ഒരു കൂട്ടർ സപ്പോർട്ട്, ഓൻ അങ്ങനെ തോന്നുന്നു, ഓന്റെ ഹോർമോൺ അങ്ങനെയാ, നിങ്ങളൊക്കെ നിന്നോട് അടി കൊള്ളാൻ വേണ്ടിയിട്ട് അവനെ പിടിച്ചു വെക്കണ്ടേ? അവൻ നിയന്ത്രിക്കണ്ടേ? അത് അവന് ഭ്രാന്താണെങ്കിൽ പോട്ടെ, വിഷയം അതല്ല. ബോധമുള്ള ആളുകൾക്കൊരു ഒരു ഫിസിക്കൽ ഡിസബിലിറ്റി വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം ഇസ്ലാം പഠിപ്പിക്കുന്നു, ദീൻ പഠിപ്പിക്കുന്നു, സംസ്കാരങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അതൊക്കെ വകഞ്ഞു മാറ്റി ആണും പെണ്ണും സ്വർഗഭോഗ രോഗികളായിട്ടും അല്ലാതെയും നന്മയും സർവ്വമൂല്യങ്ങളും കളഞ്ഞു കുളിക്കുക, അതിന് കൊടിപിടിക്കുക, അതിന് സംഘടനകൾ, അതിന് ഫേസ്ബുക്ക് കൂട്ടായ്മകൾ. എന്തോ ഒരു കാലമാണ് റബ്ബേ ഇത്! എന്താ മനുഷ്യന്മാർ ചിന്തിക്കാത്തത്? ഇങ്ങനെ മൃഗമായി ജീവിക്കാനാണോ പടച്ചതമ്പുരാൻ മനുഷ്യനെ പഠിച്ചത്? ഒരു മനുഷ്യന്റെ ജനനേന്ദ്രിയമേതോ ആച്ചിൽ മാലലിൽ മബാൽ. ഒരു വലിയൊരു ജാഹിലിയ കാലത്ത് ഒരു അറബിയുടെ ചരിത്രമുണ്ട്. അബ്ദുല്ലാഹിബ്നു ജദാനിന്റെയോ മറ്റോ സംഭവമാണെന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹമാണ് പറഞ്ഞതെന്ന്. ആച്ചിൽ മാലലിൽ മബാൽ. നപുംസകയായ ഒരാളുണ്ടായിരുന്നു. ഒരു ആണിന്റെ ഓഹരിയാണോ പെണ്ണിന്റെ ഓഹരിയാണോ സമ്പത്ത് കൊടുക്കേണ്ടത് എന്നൊരു ചർച്ച വന്നപ്പോ ആ അറബി ഗോത്രത്തിന്റെ പ്രമുഖൻ പറഞ്ഞൊരു വാക്കാണിത്, അഅ്തിൽ മാല ലിൽ മബാൽ. ബൗൽ എന്ന് പറഞ്ഞ മൂത്രം എന്നാണ്. മൂത്രമൊഴിക്കുന്ന സ്ഥലം ഏതാണോ അതിനനുസരിച്ച് സമ്പത്ത് കൊടുക്കേണ്ടത്. അത് ആണിന്റേതാണെങ്കിൽ പുരുഷന്റെ ഓഹരി, അല്ലെങ്കിൽ പെണ്ണിന്റേത്. അതാണ് അതിന്റെ സാരം. ചുരുക്കി പറഞ്ഞാൽ ആണും പെണ്ണുമെന്ന 2 വർഗമല്ലാത്ത മൂന്നാമതൊരു വർഗം അള്ളാഹ് പഠിച്ചിട്ടില്ല. അത് മനുഷ്യൻ ചില വൈകല്യങ്ങളെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കുന്നതാണ്. അതൊരു വൈകല്യമാണ്, അതിന് പരിഹാരം കാണണം. പക്ഷേ അവർക്ക് തോന്നുന്ന ഹോർമോണുകളുടെ ആ ഒരു തോന്നലനുസരിച്ച് ചെയ്യണം എന്ന് പറയുകയും വാദിക്കുകയും ചെയ്യുന്നത് മിനിമം സംസ്കാര ശൂന്യതയാണ് എന്ന് പറയാം. അതാരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറയല്ല. മുസ്ലിം ഉമ്മത്തിൽ ഇത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അവരോടാ പറയണത്, അല്ല നാട്ടിൽ നടക്കുന്നവരോടൊന്നും നമുക്ക് അവരോടൊന്നും പറയേണ്ട ബാധ്യതയില്ല. ഞാൻ പറയുന്നത് എന്റെ ഉമ്മത്തിലെ മെമ്പർമാരോട് മാത്രമാണ്. നമുക്കത് പറ്റില്ല, നമുക്ക് ആ പരിപാടി പറ്റില്ല.
3 തവണയാണ് അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.